ഹലോ മച്ചന്മാരെ, കിരൺ ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഞങ്ങൾ ഇതാ വെള്ളായണിക്കായലിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് വെള്ളായണിക്കായലിന്റെ വിഷ്വൽസുമായിട്ടാണ്. അപ്പോൾ വെള്ളായണിക്കായലിന്റെ പുതിയൊരു വിഷ്വലാണ്. വെള്ളായണിക്കായലിൽ കോടിക്കണക്കിന് താമരപ്പൂക്കൾ വിരിഞ്ഞ് കിടക്കുന്നത് നമുക്കാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു വിശേഷമുണ്ട്. വെള്ളായണിക്കായലിലെ താമരപ്പൂ എന്നൊരു വളരെയധികം വിശേഷതകളുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് അജിൻ ബ്രോയും ജിത്തു ബ്രോയും ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. നമ്മൾ വള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. ഈ വള്ളത്തിലാണ് ഇന്നത്തെ യാത്ര. അതിസാഹസികമായിട്ടുള്ള യാത്രയാണ് വെള്ളായണിക്കായൽ. ഈ കാറ്റത്തുകൂടെ ഈ വള്ളത്തിൽ പോകുന്ന ഒരു യാത്ര ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നാൽ നമുക്ക് പോകാമോ? താമരപ്പൂക്കെ പറിച്ച് എനിക്ക് ഈ ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് പൊളിയായിട്ടുള്ള നല്ല വൈബ്സ്. അളിയിൽ നല്ല കരിമീൻ കിട്ടി ഗായ്സ്, കരിമീൻ പൊരിച്ചടിക്കാം ഗായ്സ്, കരിമീൻ. ഹായ് പൊളി. ഇത് സിലോപ്പിയാണ്, സിലോപ്പി. നല്ല പൊരിച്ചടിക്കണ ഗായ്സ്, നല്ല അടിപൊളി ചേറാണ് ഗായ്സ്. ഓ, ഇത് കുടംപുളി ഇട്ട് നമ്മളിതാ ഇന്ന് പോകുന്നത് ആ കാണുന്ന, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുന്നേക്ക്, ആ താമരക്കൂട്ടത്തിനിടയിലാണ്. വളരെ ഭംഗിയായിരിക്കും താമര. ആ പിങ്ക് കളറിൽ നിങ്ങൾ ഇപ്പോഴേ കാണുന്ന താമരകൾ പൂത്തൊലഞ്ഞ് കിടക്കുകയാണ്. പിന്നെ അതിൻ്റെ പുറകിൽ കാണുന്ന ആ മലനിര കണ്ടോ, അതിൻ്റെ അപ്പുറമാണ് നമ്മുടെ കോവളം കടൽ തീരം വരുന്നത്, കോവളം ബീച്ച് വരുന്നത്. നമുക്ക് ഇനി അടുത്ത് പോകേണ്ട അവിടുത്തെ ഒരു വിഷ്വലുണ്ട്. അവിടെ നിന്ന് നമുക്ക് വെള്ളായണി കായലൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ വിഷ്വൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ കാണിച്ചു തരാൻ പറ്റും. താമര വിരിഞ്ഞ് കിടക്കുന്നത് കണ്ടോ? ഹലോ ഗൈസ്, നമ്മളിതാ കായലിനകത്തോട്ട് പോവുകയാണ്. കായലിൻ്റെ ഉള്ളിലോട്ട് പോകണമെങ്കിൽ നമുക്ക് വള്ളം വേണ്ടേ. അപ്പോൾ രാവിലെ നമ്മുടെ ഒരു ചേട്ടൻ നിന്ന് വള്ളമൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് ഞാനും അജിൻ ബ്രോയും ജിത്തും കൂടെ ചേർന്നിട്ട് വള്ളത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ വിഷ്വൽസിലേക്ക് പോകാം. ഞാൻ വള്ളത്തിൽ കയറുകയാണ്. വള്ളത്തിൽ കയറി വീഴുവോ ഇല്ലേ എന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും സൂപ്പർ വ്യൂസ് നമുക്ക് കിട്ടും. നല്ലൊരു വൈബാണ്. വെള്ളായണിയുടെ താമരയുടെ വൈബ് എന്ന് പറയുന്നത് നല്ലൊരു വൈബാണ്, സൂപ്പറാണ്, പൊളിയാണ് മച്ചന്മാരെ. പോവല്ലേ, ഫോൺ വാങ്ങിക്കണം. ഹലോ മച്ചന്മാരെ, നമ്മളിതാ വള്ളത്തിൽ കയറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വള്ളത്തിൽ കയറി കഴിഞ്ഞു. നല്ല രസമാണ്. ഞാനിതാ വള്ളത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കായലിൻ്റെ ഏകദേശം കുറച്ച് ദൂരം നമ്മൾ എത്തിക്കഴിഞ്ഞ്. നമുക്ക് അവിടെ പോയാൽ അങ്ങ് പോയാൽ താമര, രണ്ട് സൈഡിലായിട്ട് താമരകളുണ്ട്. അപ്പോൾ താമര എടുക്കാൻ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല നല്ല വിഷ്വൽസ് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ അജിൻ ബ്രോയാണ് വള്ളം തുഴയുന്നത്. ഞാനിങ്ങനെ വള്ളത്തിൽ സുഖമായിട്ടിരിക്കുകയാണ്. വള്ളത്തിൽ കയറിയിട്ട് വെള്ളത്തിൻ്റെ നടുക്കെത്തിക്കഴിഞ്ഞു. കായലിൻ്റെ നടുക്കെത്തി. നല്ല രസമാണ്. നമുക്ക് ഒരുപാട് വിഷ്വൽസ് ഇവിടെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ അജിൻ ബ്രോയാണ് വള്ളം തുഴയുന്നത്. ഒന്ന് കണ്ടു നോക്കാം. മെല്ലെ മെല്ലെ അജിൻ ബ്രോ വള്ളം തുഴച്ചിരിക്കുന്നുണ്ട്. രാവിലെ അജിൻ ബ്രോ ഉറങ്ങി കിടന്നാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ വള്ളം തുഴയാനായിട്ട് ആൾ വേണ്ടേ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മളിതാ എത്തി. കണ്ടോ, വെള്ളായണിക്കായലിൽ ഇങ്ങനെ ഒരു സൂപ്പറായിട്ടുള്ള വിഷ്വൽസാണ്. നല്ല രസമല്ലേ ഈ വള്ളത്തിൽ ഇങ്ങനെ പോകുന്ന കാണാനൊക്കെ. വാ, നമ്മളിനി കാഴ്ചയിലോട്ട് പോകാം. ഓ, സൂര്യനൊക്കെ അതാ, സൺറൈസ്. ഓ പൊളി. ഇതിപ്പോൾ എൻ്റെ സ്ഥലം വവ്വാമുലയാണ്. അപ്പോൾ കായലിൻ്റെ അടുത്ത് തന്നെയാണ്. ആ പൊളി. ഇതാ ഞങ്ങൾ ഏകദേശം എത്താറായി. ഗൈസ്, അതാണ് കാക്കാമൂല ബണ്ട് റോഡ്. നമുക്കിവിടെ നിന്നിട്ട് കാക്കാമൂല ബണ്ട് റോഡ് കാണാൻ പറ്റും. ഗൈസ്, നമ്മുടെ ആറ്റക്കിളി എന്ന് പറയുന്ന ചേട്ടൻ. ഗൈസ്, നമ്മളൊരു വള്ളം കണ്ടു കഴിഞ്ഞു. നമുക്ക് വള്ളത്തിൻ്റെ അടുത്തോട്ടൊന്ന് പോവാം, മീൻ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഗൈസ്, നമ്മുടെ ആറ്റക്കിളി എന്ന് പറഞ്ഞ ചേട്ടനാണത്. ചേട്ടൻ ഭയങ്കര നാണമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ കായലിൻ്റെ 1 കിലോമീറ്റർ ഉള്ളിൽ കിടക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിതാ നമ്മുടെ വള്ളത്തിൻ്റെ അടുത്തെത്തി. അതാ ഒരു സിലോപ്പി കിട്ടി ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നപ്പോൾ നമ്മുടെ ആറ്റക്കിളി ചേട്ടൻ ഒരു മീന് കിട്ടി.
ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിത് പുതിയ അടുത്തൊരു വള്ളത്തിലോട്ട് പോയാണ്. നമ്മുടെ മച്ചാൻ്റെ വള്ളമാണ്. അപ്പോൾ എനിക്ക് രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു എനിക്ക് വള്ളമൊക്കെ സെറ്റ് ചെയ്ത് തരാം, വള്ളത്തിലൊക്കെ എൻ്റെ കൂടെ പോകാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്യാമളിയെ നമുക്ക് വേണ്ടിയിട്ട് വള്ളമൊക്കെ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. നമുക്കൊന്ന് കാണാം. ശ്യാമളിയോ, ഒരു ഹായൊക്കെ കാണിക്കും. ഹായ് ഹായ്. ഓക്കെ ഓക്കെ. നമ്മുടെ ശ്യാമളിയും വലയെടുക്കുകയാണ്. അപ്പോൾ വലയിൽ തന്നെ നമുക്കിന്ന് നല്ല അടിപൊളി ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് പൊരിച്ച് അടിക്കാം ഗൈസ്. ശ്യാമളിൻ്റെ സന്തോഷം കേട്ട കരിമീൻ കിട്ടിയപ്പോൾ. അപ്പോൾ ഇതുപോലെ ഇവിടെ വെള്ളായണിയിൽ നമുക്ക് ഒരുപാട് ഒരു കരിമീൻ, കട്ല, രോഹു, സിലോപ്പി അങ്ങനെ തുടങ്ങി ഒത്തിരി അധികം മീനുകളുണ്ട്. അപ്പോൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 40ഓളം വെറൈറ്റി നാടൻ മത്സ്യങ്ങൾ വെള്ളായണിയിലുണ്ടെന്നാണ് പറയുന്നത്. കരിമീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. കരിമീൻ ഫോല് ഗൈസ്. ഓ ഗൈസ്, അത് കരിമീൻ, അത് നോക്ക്, കരിമീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പൊളിയാണ് ഗൈസ്. വെള്ളായണിക്കായലിലെ കരിമീൻ എന്ന് പറയുന്നത് വലയിൽ, നമ്മുടെ ശ്യാമളിന്റെ വലയിൽ കരിമീൻ കുരുങ്ങി ഗൈസ്. കരിമീൻ, ശ്യാമളിന്റെ സന്തോഷം കണ്ടോ ഗൈസ്. അടുത്ത കരിമീൻ കിട്ടി. ഞാൻ ഇന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വരുമ്പോൾ തന്നെ കരിമീൻ ഷൂട്ടിന് കിട്ടണമെന്ന് പറഞ്ഞാൽ വളരെ ലക്കാണ് ഗൈസ്. അപ്പോൾ വെള്ളായണി നല്ല കരിമീനൊക്കെ കിട്ടും. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൊസൈറ്റിയൊക്കെ ഉണ്ട്, സൊസൈറ്റിയിൽ നിന്ന് കരിമീൻ വാങ്ങാം. ഇവരൊക്കെ അവിടെയാണ് കൊണ്ടു കൊടുക്കുന്നത്. ഗൈസ്, ഇവിടെ നമ്മൾ ഈ വീട് കണ്ടോ, ഇത് നമ്മുടെ ഇവിടെ കായലിൻ്റെ ഇരയിൽ സീരിയലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു വീടാണ്. നമ്മൾ മിക്ക സീരിയലുകളിലും ഇവിടെ ഷൂട്ടിംഗ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് സിനിമകൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പൊളി ലൊക്കേഷനാണ്, കായലിൻ്റെ തീരത്ത് തന്നെയുള്ളൊരു വീടാണ്. അപ്പോൾ ഇത് വാടകയ്ക്കൊക്കെ കൊടുക്കും. നമുക്ക് താമസിക്കണമെന്ന് ആർക്കെങ്കിലും താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, ഇവരെ ബന്ധപ്പെടുക, അപ്പോൾ കൊടുക്കും. അറിയാവോ എന്നാ കണ്ടിട്ടുണ്ട്, കരയിൽ നിന്നാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നിതാ വെള്ളായണി കായലിന് താമരയുടെ വിഷ്വൽ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് രാവിലെ ആകുമ്പോൾ മത്സ്യങ്ങളെ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ വിഷ്വൽസ് ഇവിടെ നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ഗായ്സ്. നല്ല അടിപൊളി ചേറാണ് ഗായ്സ്. ഓ, നല്ല ഇതൊക്കെ ഒന്ന് കൊടംപുളിയിട്ട്, അങ്കിൾ പറയുന്നത് കേട്ടോ, കൊടംപുളിയിട്ട് കറി വെച്ച് കഴിക്കണമെന്നാണ് അങ്കിൾ പറയുന്നത്. അങ്കിൾ ഇതാ ഇപ്പോൾ ഒരു ചേറൊക്കെ എടുത്തുകൊണ്ടിരിക്കണം. എൻ്റെ പുറകിൽ കാണാം, കണ്ടോ, അതാ ചേറ്. നല്ല ഇത് വലയിൽ കുരുങ്ങി താമരയുടെ ഇടയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അല്ലേ അങ്കിൾ? ഇത് എങ്ങനെയാണ് കറി വയ്ക്കുന്നത്, എങ്ങനെയാണെന്ന് അങ്കിൾ പറഞ്ഞു? ഇത് കുടംപുളിയിട്ട് ഉലിയും ഇത് മറ്റേ കുരുമുളക്, പിന്നെ എന്തോന്ന് മല്ലിമുളക്, ഉലുവ, സാധാരണ. അപ്പൊ നമുക്ക് ആന്റിയോട് ചോദിക്കാം, ആന്റിയാണ് കറി വെക്കുന്നത്? ഇടാൻ പാടില്ല. ആന്റിയോ എങ്ങനെയാണ് കറി വെക്കുന്നത്? ആന്റി ഒന്ന് പറഞ്ഞു. ആന്റിയാണ് ഉലുവയും കുരുമുളക്, ഉലുവ, പിന്നെ നമ്മളെ മീൻ കറി വെക്കും പോലെ തന്നെ കറി വെക്കുകയാണെങ്കിൽ ശകല കൊടംപുളിയും ഇഞ്ചിയും അതുപോലെ ശകല ഇഞ്ചിയൊക്കെ ഇട്ട് തേങ്ങ ചേർക്കാണ്ട് കറി വെക്കണം. അതാണ് ഗായ്സ് ഇതിന്റെ ടേസ്റ്റ്. ഇവിടുത്തെ വാളംപുളി പാടില്ല, കൊടംപുളി തന്നെ വേണമെന്നാണ്. അപ്പോൾ ഗായ്സ്, പിന്നെ നമുക്ക് അത് മാത്രമല്ല ഗായ്സ്, ഈ മീൻ നമുക്ക് വറുത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് വെള്ളായണിയിൽ. ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം. അപ്പോൾ നിങ്ങൾക്കും കഴിക്കണമെങ്കിൽ നമ്മുടെ വെള്ളായണിയിൽ തന്നെ വരിക. വെള്ളായണിയിലെ മീൻ കഴിക്കണമെങ്കിൽ വളരെ ടേസ്റ്റിയാണ് മീൻ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ മീൻ, ഈ ഒരു മീൻ കൂട്ടം താങ്കൾ ആ ബക്കറ്റിനകത്തോട്ട് ഇടാൻ പോവാണ്. അപ്പോൾ എനിക്കും ഇങ്ങനെ ഒരു മീൻ എടുക്കാനൊക്കെ പറ്റിയ വളരെ നല്ല വെയിറ്റ് ഉണ്ട്. ഇത് എത്ര കിലോ വരും? ഇത് 1/2 കിലോയ്ക്ക്. ഇത് 1/2 കിലോയ്ക്കകത്തുള്ള വരുന്ന മീനാണ്. 1 കിലോക്ക് വരുന്ന മീനുകളുണ്ടാവും അല്ലേ? 1 കിലോക്ക് വരുന്ന മീനുകളുണ്ട്. അപ്പോൾ ഗൈസ്, മഴ പെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വള്ളക്കാരൊക്കെ ഒരുപാട് ഇതുപോലെ എല്ലാവർക്കും മീനുകൾ കിട്ടാറുണ്ട് ഒത്തിരി. അങ്ങനെ മീനുകൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എവിടെയാണ് കൊടുക്കുന്നത് നിങ്ങൾ? സൊസൈറ്റി ഉണ്ടല്ലേ? ഇവർക്ക് കാക്കാമല്ലൊരു സൊസൈറ്റി ഉണ്ട്. സൊസൈറ്റിയിലാണ് ഇവർ മീനുകളെല്ലാം എടുത്തിട്ട് കൊണ്ടുവന്നത്. വീട്ടാവശ്യത്തിനുള്ള എടുത്തിട്ടല്ലേ കൊണ്ടുപോകുന്നത്? വീട്ടാവശ്യത്തിനുള്ള എടുത്തിട്ടാണ് കൊണ്ടുവന്നത്. ആൻറ്റിയുടെ പേരെന്താ? ആൻറ്റി പ്രസന്ന ആൻറ്റി. അപ്പോൾ ആൻറ്റിയാണ് ഇവിടുത്തെ ഈ കുക്കിങ്ങിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. കായൽ മീനുകൾ ഏത് മീൻ വേണമെങ്കിലും ഇവിടെ ആൻറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറിക്കൂട്ടൊക്കെ പറഞ്ഞു തരും. നമുക്ക് ഇനിയൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ ഗൈസ് നമുക്കതെല്ലാം. ഓക്കെ ഓക്കെ. ഓ ഗൈസ്, നമുക്ക് ഇന്ന് കായൽ ചേറാണോ? ഓ ഗൈസ്, വെള്ളായണി കായൽ നമുക്ക് ശശി എങ്കില്, ശശി എന്നല്ലേ പേര്, പറയാനിക്ക് കറക്റ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളായണി കായലെത്തി. അപ്പോൾ നല്ല ചേറ്, നല്ല ഫെടക്കട ചേറ് കിട്ടി ഗൈസ്. സൂപ്പറാണ് വെള്ളായണി കായൽ. നമ്മുടെ ഇന്നത്തെ വൈബിനകത്ത് ശശിയെങ്കിൽ നല്ല ചേറൊക്കെ പിടിച്ച് ഒത്തിരി കിട്ടുന്നുണ്ട്. ശശിയെങ്കിലുണ്ട്, അങ്ങനെ വൈഫും ഉണ്ട് കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഈ താമരയുടെ ഇടയിൽ നിന്നല്ലേ കിട്ടിയിട്ടുള്ള.
അപ്പോൾ താമരയുടെ ഇടയിൽ നിന്നാണ് നമുക്കിന്ന് ചേറൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് പൊരിച്ച് കഴിക്കണം ഗായ്സ്. നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇവിടെ വന്നാൽ മതി. കാക്കാമൂല സൊസൈറ്റി ഉണ്ട്, അവിടെ നിന്ന് വാങ്ങാം, ഇല്ലെങ്കിൽ അവരിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല പൊളി ആയിട്ടുള്ള ടേസ്റ്റാണ്. ഉപ്പും പുളിയൊക്കെ ഇട്ട ഒന്ന് കറി വെച്ച് എടുക്കണം ഗായ്സ്. അതാ ശശിയുടെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. ആ കൊടംപുളി ഇട്ട് കറി വെക്കണമെന്നാണ് പറയുന്നത്. ഇന്ന് ശശിന് കിട്ടിയ മീൻ നോക്ക്, 2 ചേറല്ല, നമുക്ക് ആ ബോക്സിനകത്തോട്ട് നോക്കാം. ആ പൊളി ഗായ്സ്, നല്ല അടിപൊളി വലിയ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. രസം മാത്രമല്ല, കഴിക്കുമ്പോഴാണ് ഏറ്റവും പൊളി രസം എന്ന് പറയുന്നത്. പല സീരിയലുകാർക്ക് ഞങ്ങൾ കറി വെച്ച് കൊടുത്തു. ഇവിടെ ഞാൻ പറഞ്ഞില്ല, തൊട്ടടുത്ത് നേരത്തെ കാണിച്ച സീരിയൽ ഷൂട്ട് ചെയ്യുന്ന വീട് അവരെ വീടിനടുത്താണ്. അവരൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മീൻ അവർ കറി വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പ്രസന്റ് ആൻറ്റി മീനെ കറി വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ആ നാവിലെ രുചി അറിഞ്ഞവർ വീണ്ടും വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ പുറപ്പെട്ടോളൂ. ഈ സ്ഥലം എന്ന് പറയുന്നത് വവ്വാമൂലയാണ്. വവ്വാമൂല വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് പറ്റും. ഹലോ ഗായ്സ്, അപ്പോൾ ഇനി ഞാൻ അടുത്ത് പോകാൻ പോകുന്നത് നമ്മുടെ താമരപ്പൂക്കളുടെ ഇടയിലോട്ടാണ്. അതായത് എനിക്ക് അതിനകത്തൊന്ന് ഇറങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാനപ്പോൾ ഇറങ്ങുകയാണ്. അപ്പോൾ കണ്ടു, ഇവിടെ നല്ല ഇതിപ്പോൾ നമ്മുടെ വവ്വാമൂല വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന കുറച്ച് ഭാഗമാണ്. ഈ വഴിക്ക് റോഡുണ്ട് ഇവിടെ വരാനായിട്ട്. അതായത് വവ്വാമൂല ബണ്ടിൽ വന്നിട്ട് കോളിയൂരിന്ന് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ചെറിയ തടമുണ്ട്. ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞു തരും. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് വരാനായിട്ട് പറ്റും. ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു വീടുണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ നല്ല കണ്ടോ, പുറകിലേട്ടോ നല്ല പൂക്കളും എന്താ പറയുക പച്ച പരവതാരിയൊക്കെ വിരിഞ്ഞ് കിടക്കുന്നുണ്ട് ഗായ്സ്. നല്ല കമ്മൽ ചെടിയുടെ പൂക്കളാണ്. അപ്പോൾ വീണ്ടും ഇതേ താമരപ്പൂ പറിക്കാനായിട്ട് പോവുകയാണ്. എനിക്കിന്ന് താമരപ്പൂക്കൾ ഇതിനകത്തിറങ്ങി പറിക്കണം അതാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ നല്ല ആഴമുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നിടത്ത് നല്ല ആഴമുണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ആഴം കുറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഗായ്സ്, അതാ നിൽക്കുന്ന താമരപ്പൂ പറിക്കാൻ പറ്റില്ല ഗായ്സ്, നല്ല ദൂരമാണ്. അപ്പോൾ എന്തൊരു രസമാണ് മണം. നല്ല പുതിയ താമരപ്പൂ നമ്മുടെ മാർക്കറ്റിലൊക്കെ എത്തുന്നതിന് മുൻപ് നമ്മുടെ കയ്യിൽ ലൈവായിട്ട് കിട്ടുകയാണ് ഗായ്സ്. അപ്പോൾ ഇത്രയും നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ താമരപ്പൂക്കളുടെ വിശേഷങ്ങൾ വെള്ളായണിയിൽ ഇനിയും കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് ഇനിയും ഉണ്ട്, അതിപ്പോഴല്ല, ഇനിയും ഒത്തിരി ഉണ്ട്. അങ്ങനെ കേട്ടോ, അങ്ങനെ ഒത്തിരി താമരപ്പൂ നിങ്ങൾ ഈ കാണുന്നുണ്ടോ? ഈ കാണുന്ന എല്ലാം താമര ഇങ്ങനെ പൂത്ത് കിടക്കുകയാണ്. ഇപ്പോൾ ഓഗസ്റ്റ് സീസണിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് പൊളിയായിട്ടുള്ള നല്ല വൈബ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് വിഷ്വൽസ് ഇനി താമരപ്പൂക്കളൊക്കെ പറിക്കണം. നല്ല അളിയന് നല്ല കരിമീൻ കിട്ടി ഗായ്സ്, കരിമീൻ കിട്ടി. അപ്പോൾ താമര എടുക്കുന്നത് ഇത് സിലോപ്പിയാണ്. സിലോപ്പി നല്ല പൊരിച്ചടിക്കണം ഗായ്സ്. കരിമീൻ എവിടെ ഗായ്സ്? കരിമീൻ കണ്ട്, ഇതാണ് വെള്ളായണി കായലിലെ കരിമീൻ ഗായ്സ്. ഇതുപോലെ ലൈവായിട്ട് കരിമീൻ നമുക്ക് ഇവിടെ വെള്ളായണിയിൽ വന്ന് കാണാം. അതുപോലെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗായ്സ് പൊരിച്ചടിക്കാം ഗായ്സ് കരിമീൻ. ഹായ് പൊളി. അപ്പോൾ ഗൈസാ നല്ല ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ട നമ്മുടെ ആ പൊളി വൈബെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആ മേഘത്തിൻ്റെ കളറുണ്ട്, നല്ല ബ്ലൂ കളറാണ്, കാണാനായിട്ട് നല്ല രസമാണ്. അതിൻ്റെ പുറകിൽ നമ്മുടെ അളിയം വള്ളം തുഴയുന്ന ആ ബാക്ക്ഗ്രൗണ്ട് സീനില്ല അളി. അതൊക്കെ പൊളിയാണ് ഗായ്സ്. താമരയും ഒക്കെ ഇതാണ് നമ്മൾ വെള്ളായണിയിൽ പലരും മിസ് ചെയ്യുന്നൊരു കാര്യമാണ് വെള്ളായണിയിൽ. അപ്പോൾ നമ്മൾ
അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ വെള്ളായണിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സീസണിൽ എപ്പോഴായിരുന്നാലും നിങ്ങൾ ഓണ സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല താമരകൾ വെള്ളായണിയുടെ വിവിധ ഭാഗങ്ങളിൽ താമര ഒരുപാടുണ്ട്. ഈ താമര നമ്മുടെ കണ്ട പുറകിലൊക്കെ ഒത്തിരി താമരയുണ്ട്. അപ്പോൾ നമുക്ക് ഈ താമര കിട്ടണ ഇതിനകത്ത് ഇറങ്ങണമെങ്കിൽ ഇവിടെ വള്ളക്കാർ കാണും. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വിഷ്വലൊക്കെ എടുക്കണമെങ്കിൽ കാണണമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ എമൗണ്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടായിമാരൊക്കെ നിങ്ങൾക്ക് വള്ളം തന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇവിടുത്തെ വൈബൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ നല്ല ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കുക പൊളിയാണ്. എനിക്ക് തോന്നുന്നു ഞാനും ഇത്രയും അധികമായിട്ട് ഈ താമര സീസണിൽ ഇറങ്ങുന്നത് നിങ്ങൾക്ക് കാണിക്കാനായിട്ട്, അല്ലാതെ ഞാൻ കരയിലൂടെയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുന്നല്ലാണ്ട് വെള്ളത്തിലിറങ്ങുന്ന ആദ്യമായിട്ടാണ് ഗൈസ്. പൊളിയടാ താമര പൊളിയോ. ഗൈസ് നമ്മുടെ ശ്യാമളി ഇതാ വള്ളമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ വളരെ താമരയുടെ ഇടയിൽ കൂടെ എനിക്കൊന്ന് പോകണം വള്ളത്തിൽ ഗൈസ്. നമ്മളിന്ന് കണ്ട ഈ താമരകള് ഇവിടുത്തെ ഒരു കഥയുണ്ട്. പണ്ടൊക്കെ ഇവിടെ രാജാക്കന്മാര്, അതായത് നമ്മുടെ കാർഷിക കോളേജ് ഇരിക്കുന്ന അവിടെ ഒരു രാജകൊട്ടാരമുണ്ട് പണ്ടത്തെ. അപ്പോൾ അവിടെ അവരുടെ വേനൽക്കാല വസതിയായിട്ടൊക്കെയാണ് വെള്ളായണി കായലിൽ വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ താമര അന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളായണിയിൽ നിന്നുള്ള താമരകളാണ് കൊണ്ടുവരുന്നത്. താമരകളാണ് അന്നത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജയ്ക്ക് മറ്റു കാര്യങ്ങൾക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം. കാരണം ഇന്നിവിടുത്തെ പൂക്കള് ചാല മാർക്കറ്റിൽ ഇവിടെ നിന്നുള്ള പൂക്കളാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. കാരണം ഇതിൻ്റെ ഒരു കളറാണ്. കാരണം നല്ല പിങ്ക് കളറാണ്. നമുക്കിപ്പം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നേക്കാളുള്ള താമരയേക്കാളും നല്ല കളർ വെള്ളായണിയിലുള്ള താമരകൾക്കുണ്ട്, അല്ലെങ്കിൽ തന്നെ കേരളത്തിലുള്ള താമരകൾക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയത്തില്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ല മനോഹരമായിട്ടുള്ള താമര പൂക്കൾ ഇവിടെയുണ്ട്. ഇപ്പോൾ പല വിലയാണ് പൂവിന്. പലരുടെ ചോദിക്കുക 3 രൂപയ്ക്ക് ഒരു പൂ കൊടുക്കാറുണ്ട്, ഇവിടെ നിന്ന് 1 രൂപയ്ക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ചാല മാർക്കറ്റിൽ ഇപ്പോൾ അതിലും അധികം വിലകളുണ്ട്. അപ്പോൾ ഇത് പറിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും മുള്ളുകൾക്കിടയിലൂടെയൊക്കെ പോയിട്ട് വേണം പറിക്കാനായിട്ട്. അപ്പോൾ താമര എന്ന് പറയുന്ന ഈ ഒരു ഐശ്വര്യമായിട്ടുള്ള പുഷ്പം നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പുഷ്പം കൂടെയാണ് താമര. അപ്പോൾ നമ്മുടെ ഈ ദേശീയ പുഷ്പം കാണാനായിട്ട് വെള്ളായണിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വളരെ രസമാണ്. എനിക്ക് തോന്നുന്നു ഞാനും ഇത്രയും അധികമായിട്ട് ഈ താമര സീസണിൽ ഇറങ്ങുന്നത് നിങ്ങൾക്ക് കാണിക്കാനായിട്ട്, അല്ലാതെ ഞാൻ കരയിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലിറങ്ങുന്ന ആദ്യമായിട്ടാണ്. ഇതാണ് അപ്പോൾ മച്ചന്മാർ നമ്മുടെ ശ്യാമളിയന് കരിമീനും സിലോപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഒന്ന് കാണാം. ഇത് സിലോപ്പി. അത് സിലോപ്പി. അല്ലെങ്കിൽ സന്തോഷം കണ്ടു. കരിമീനാണ്. കരിമീന് ഇതാണ് മാർക്കറ്റിൽ ഏതാണ്ട് 100-150 വില വരുന്ന കരിമീനാണ് വെള്ളായണിയിലെ കരിമീന്. ഓക്കെ. അപ്പോൾ ഇന്ന് ശ്യാമളി നമുക്ക് വേണ്ടി ഇതാണ്ടോ ഇന്ന് ഇത്രയും ഒരു വലയിൽ നിന്നാണ് ഇത്രയും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചില സമയങ്ങൾക്ക് ഇവർക്കൊന്നും കിട്ടാത്ത സമയങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇന്നത്തേക്ക് വേണ്ടി ശ്യാമളിനാണ് ഇവിടെ നിന്ന് ഈ ഒരു വൈബിന് വേണ്ടി സപ്പോർട്ട് ചെയ്തത്. ഗൈസ് കരിമീനൊക്കെ പൊരിച്ചടിക്കണമെങ്കിൽ നിങ്ങൾ എവിടെ വരണമെന്ന് പറയാമോ? നിങ്ങൾ ഗൈസ് ശ്യാമളിൻ്റെ നിന്നാണ് നമ്മൾ മീനൊക്കെ മേടിക്കുന്നത്. നിങ്ങൾക്ക് മീൻ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ശ്യാമളിൽ നമുക്ക് മീനുകൾ തരണം. പിന്നെ ഒത്തിരി മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ഉണ്ട്. അവരെ നിന്നൊക്കെ നമുക്ക് മീൻ എടുക്കാം. അങ്ങനെ നമുക്ക് താമര പൂക്കളും ഒക്കെ കിട്ടണമെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ വള്ളക്കാരെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ സീസണിൽ താമര പൂവും ഒക്കെ പറിച്ചു തരും. നിങ്ങൾ നോക്കൂ, എന്ത് മനോഹരമാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ അളിയൻ്റെ മുഖമൊക്കെ ഒന്ന് നോക്ക്. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ ശ്യാമളിയൻ പോകുന്നുണ്ട്, നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഗൈസ് അതാണ് വവ്വാമൂല ബണ്ട് റോഡ്. ആ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ?
അതുവരെ നമ്മുടെ ഈ താമര എങ്ങനെ പൂത്തങ്ങ് നിൽപ്പുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ വവ്വാമുല ബണ്ട് റോഡിൽ വന്നാൽ മതി. നിങ്ങൾക്ക് ഈ താമര ഇപ്പോൾ ഞാൻ എടുക്കുന്ന വിഷ്വൽസൊക്കെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വവ്വാമുലയാണ്. തിരുവല്ലത്തിൽ നിന്ന് തിരിഞ്ഞു വരണം. വവ്വാമുല കായൽ ബണ്ട് റോഡെന്ന് പറഞ്ഞാൽ അത് വെള്ളായണി കായലിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷ്വൽസൊക്കെ അടിപൊളിയായിട്ട് കാണാം. നിങ്ങൾക്ക് താമര പൂക്കളൊക്കെ നിങ്ങൾക്ക് പറിക്കാം. ഇവിടെ താമരപ്പൂ പറിക്കുമ്പോൾ അപകടങ്ങളുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം. നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ വന്ന് പറിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചോദിക്കുക. അപ്പോൾ ഗൈസ് ഞാനിതാ അടുത്ത് നമ്മുടെ താമരപ്പൂക്കൾ ഇങ്ങനെ പറിക്കാനായിട്ട് പോവുകയാണ്. താമരപ്പൂക്കൾ പറിക്കുന്നത് കാണണ്ടേ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾ വന്ന് ഞാനൊരു കാര്യം പറയാം. നിങ്ങളാരും വന്ന് ഇങ്ങനെ കായൽ ചാടിക്കളയില്ല. എനിക്ക് അല്പം നീന്തലൊക്കെ വശമുണ്ട്. പിന്നെ ഈ കായലിലൊക്കെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇറങ്ങാറുള്ളത് കൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഗൈസ് ആരും കായലിൽ ചാടാമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വരണ്ട. അപകടമുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾ അപകടം കുറഞ്ഞ സ്ഥലത്താണ് ഇറങ്ങുന്നത് എന്ന് പറയും. നിങ്ങളാരും വന്ന് ഇറങ്ങിക്കളയൽ ഗൈസ്, അപകടമാണ്. എന്നിട്ട് എന്നെ പഴിചാരല്ല. അപ്പോൾ ആരും ഇതാ അനുവർത്തിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് താമരപ്പൂക്കൾ വേണമെങ്കിൽ അപ്പോൾ ഇവിടെയുള്ള ആരടുത്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഗൈസ് ഞാനിതാ ഇവിടെ ചാടാൻ പോവാണ് ഗൈസ്. ഇവിടെ ചാടുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. മുള്ളുണ്ട്, നല്ല മുള്ളും പിന്നെ എന്തോ ചെളിയൊക്കെ നിറഞ്ഞിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചാടുകയാണ്. ചാടി കഴിഞ്ഞിട്ട് ഇവിടുത്തെ കാര്യം ഞാൻ അവിടെ നിന്ന് പറഞ്ഞു തരാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ താമരപ്പൂക്കളുടെ ഇടയിലോട്ട് ഇറങ്ങാൻ പോവാണ്. ഇറങ്ങുമല്ലോ, ഒന്ന് ചാടി നോക്കാം. ചാടുന്നതാണല്ലോ ഒരു സുഖം, അതിൻ്റെ ഒരു സുഖം. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ ഒന്ന് കുറച്ച്, അതായത് എൻ്റെ ഈ ഒരു കോട്ടൊന്ന് മാറ്റണം, മാറ്റിയിട്ടൊന്ന് ഇറങ്ങാം. ഈ വേഷത്തിൽ ഇറങ്ങുന്നത് ഇപ്പം കൈയും കാലൊക്കെ നല്ല ചെളിയാവും ഗൈസ്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് ഇറങ്ങാം. ഇറങ്ങിയിട്ട് എനിക്ക് കുറേ താമരപ്പൂക്കൾ പറിക്കും. അതാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ ഞാൻ ചാടാൻ പോവാണ് ഗൈസ്. ഓ ഗൈസ്, നല്ല തണുപ്പുണ്ട് ഗൈസ്. വളരെ ഞാൻ പറഞ്ഞു ഇത്രയും ആഴേ ഉള്ളൂ. നല്ല ചെളിയുണ്ട്, കട്ടിയുള്ള ചെളിയാണ്. അപ്പോൾ വെള്ളായണിക്കായലിലെ ഈ താമരപ്പൂക്കളുടെ ഇടയിൽ നമ്മൾ ഇന്ന് ഉല്ലസിക്കാൻ പോവാണ് ഗൈസ്. പൊളി വൈബാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ വൈബിൻ്റെ ഇടയിൽ ഒന്ന് ഇറങ്ങി ഒന്ന് നമ്മൾ ആ താമരപ്പൂക്കൾ പറിക്കുമ്പോഴുള്ള ഒരു സന്തോഷമല്ലേ. അപ്പം ഈ താമരപ്പൂക്കളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക്. അപ്പം നമുക്ക് താമരപ്പൂക്കൾ പറിക്കാനായിട്ട് പോകും. രണ്ട് താമരപ്പൂക്കൾ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ താമരപ്പൂക്കളുടെ ഇടയിലാണ് ഞാനിതാ നിൽക്കുന്നത്. ഈ താമരകൾ വിരിഞ്ഞ് നിൽക്കുന്ന ഈ എന്ന് പറയാ എന്താ പറയുക, ഈ സിനിമയിലൊക്കെ കാണുന്നില്ല അതുപോലത്തെ ഒരു പൊളി വിഷ്വലാണ്. അപ്പോൾ ഇത്രയും, അതായത് കോടിക്കണക്കിന് താമരപ്പൂക്കളാണ് ഇന്നിവിടെ വിരിഞ്ഞു കിടക്കുന്നത്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല. അത്രയും നല്ല ഈ സീസണിൽ വെള്ളായണി കായലിലെ താമരപ്പൂക്കളുടെ ഒരു വിശേഷമാണ് കാണാനുള്ളത് ഗൈസ്. എനിക്ക് ഈ പൂക്കളെ കാണുമ്പോൾ ഇതൊക്കെ നല്ല ഏകദേശം വിരിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഇതാണ് വെള്ളായണി കായലിലെ താമരയുടെ വിശേഷങ്ങൾ. ഞാൻ ഇനി ഇതിനപ്പുറം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല താമരയുടെ വിശേഷങ്ങൾ. ഞാൻ ഇത്രയധികം താമരപ്പൂക്കൾ പക്ഷേ ഇനി എനിക്ക് കുറച്ചുകൂടെ പറിക്കാനുണ്ട് ഗൈസ്. ഞാൻ പെട്ടെന്ന് പോകണം. ഗൈസ് അതാ അങ്ങോട്ടൊക്കെ ഇഷ്ടമാതിരി ഇരിക്കുന്നുണ്ട് താമരപ്പൂക്കള്. താമര മൊട്ടുകളും ഗൈസ്, താമരപ്പൂക്കളും ഗൈസ്. അയ്യോ എനിക്ക് പോയി ഗൈസ്. പൊളിയാണ്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് താമരപ്പൂക്കളൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. താമരപ്പൂക്കൾ നമ്മുടെ ഇവിടെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവരെയൊക്കെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് താമരപ്പൂക്കൾ വളരെ വില കുറവിൽ നിങ്ങൾക്ക് ഈ സീസണിലാണെങ്കിൽ വളരെ വില കുറവിൽ നിങ്ങൾക്ക് പറിച്ചു തരാനായിട്ട് പറ്റും. അപ്പോൾ താമരപ്പൂക്കൾ വേണമെന്നുള്ളത് നമ്മളെ കോൺടാക്ട് ചെയ്യാം.
ഗായ്സ് നിങ്ങൾ വെള്ളായണി കായലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് താമരപ്പൂക്കൾ. ഞാനിപ്പോൾ വവ്വാമല ഭാഗത്തിനടുത്താണ് കായലിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താമരപ്പൂക്കൾ, ഇത്രയധികം താമരപ്പൂക്കൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നെ ഒരു കോൾ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് താമരപ്പൂക്കൾ വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താമരപ്പൂക്കൾ ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവരുമായിട്ട് കണക്ട് ചെയ്ത് തരാം. നിങ്ങൾക്ക് അപ്പോൾ താമരപ്പൂക്കൾ ആവശ്യത്തിന് വളരെ വില കുറവിൽ ഇത് ഗൈസ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ വന്ന് വാങ്ങാറുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും അധികം കേട്ടോ, ഞാൻ എത്ര മിനിറ്റുകൾ കൊണ്ട് ഇത്രയും അധികം താമരപ്പൂ പറിച്ചു. പിന്നെ താമരപ്പൂ പറിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് വിറ്റ് ജീവിക്കുന്ന, അതായത് താമരപ്പൂ പറിച്ച് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകളും പറിക്കാറുണ്ട്. ഇലകൾ പൂക്കടകളിൽ പൂ കെട്ടാനായിട്ടാണ് ഇതിൻ്റെ ഈ ഇലകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ് ഇന്ന് കിട്ടിയ ഈ താമരപ്പൂ ഗൈസ് പൊളിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കുക. പൊളിയാണ്, അടിപൊളി. താമരപ്പൂക്കെ പറിച്ച് എനിക്ക് ഈ താമരപ്പൂക്കളുടെ ഇടയിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. എന്തായാലും ഈ വെള്ളത്തിനകത്ത് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഈ താമരപ്പൂക്കളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ഭംഗിയില്ലേ, അതൊന്നും വേറെ ലെവലാണ് ഗൈസ്. വവ്വാമൂല ബണ്ട് റോഡ്. അപ്പോൾ ഈ വവ്വാമൂല ബണ്ട് റോഡിൻ്റെ അടുത്ത് വരെ താമര എത്തി നിൽക്കുകയാണ് വിരിഞ്ഞ്. നമ്മളിത് താമരപ്പൂവൊക്കെ വിഷുവിലെടുത്ത് താമരപ്പൂവൊക്കെ പറിച്ചിട്ട് ഞങ്ങളിത് ഇവിടെ എത്തി ഗായ്സ്. അപ്പോൾ ഇത് ഒത്തിരി താമരപ്പൂണ്ട്, ഇതെല്ലാം പേർക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകണം, ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും വേണം ഗായ്സ്. പിന്നെ എനിക്കിനി താമരയുടെ ഇടയിലൊക്കെ ഇറങ്ങിയിട്ട് നല്ല ചെളിയൊക്കെ ഉണ്ട് കാലിനും ദേഹത്തൊക്കെ. ഇനി ഇവിടെ ഒന്ന് ഇറങ്ങി കുളിച്ചിട്ടാണ് പോകാൻ ഗായ്സ്. അപ്പോൾ ഞാനിത് കുളിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് വെള്ളായണി കായലിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കുളിക്കാൻ പറ്റും. ഇവിടെ വവ്വാമൂലയുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുളിക്കടവുണ്ട്. അപ്പോൾ നമ്മൾ താമരപ്പൂവിൻ്റെ വിഷുവിലൊക്കെ കഴിഞ്ഞു, താമരപ്പൂവൊക്കെ പറിച്ചു. അപ്പോൾ വെള്ളായണി കായലിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അടിച്ച് പൊളിച്ച് കുളിക്കാം, എൻജോയ്മെന്റ് ചെയ്യാം ഗൈസ്. കം ഓൺ.
ഞങ്ങൾ കൊച്ചുനാളിലൊക്കെ ഇവിടെ വന്നാണ് ഗായ്സ് കുളിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ കൊച്ചിലേക്ക് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഇവിടെ നിന്ന് കുളിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴും കുളിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഗായ്സ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുളിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പുറകിലാണ് താമര കുളങ്ങൾ, അതായത് താമരയുടെ ആ വിഷ്വലൊക്കെ നമ്മൾ അവിടെ ആ വൈബൊക്കെ അവിടെ നിന്നാണ് എടുത്തൊക്കെ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് കുളിക്കാൻ പറ്റും ഗൈസ്. പൊളിയാണ് ഗൈസ്. അവിടെ നല്ല ആഴതുണ്ട്, ഞാൻ ആഴത്തിലായി പോയി. അപ്പോൾ കുറച്ച് നീന്തലൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് അവിടെ പോയി നീന്തി നമുക്കിവിടെ നീന്താനൊക്കെ പറ്റും, നല്ല രസമാണ്. അപ്പോൾ ഈ ഒരു വൈബിൽ നിങ്ങൾക്ക് ഗായ്സ് പൊളിച്ചടി കഴിഞ്ഞാൽ തളർന്നു പോയി നീന്തിയപ്പോഴത്തേക്ക് കുറച്ച് ദൂരം. അപ്പോൾ നമുക്ക് അങ്ങനത്തെ നീന്താനായിട്ട് പറ്റും.